ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പെറ്റൽസ് ഓഫ് ടീന. ഇന്ന് നമ്മൾ ഒരു ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയാലോ. അതായത് ബ്രെഡും മുട്ടയും ചിക്കനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനൊരു സ്നാക്കുമാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അതിനായി ബ്രെഡിൻ്റെ 4 സൈഡുള്ള ബ്രൗൺ കളർ സാധനം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 4 വശവും കട്ട് ചെയ്ത് കളഞ്ഞ ബ്രെഡ് 2 എണ്ണം എടുത്ത് ഇതുപോലെ എഗ്ഗിൽ മുക്കിയെടുക്കാം. ഇനി ഈ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത ബ്രെഡ് ക്രംസിലും കൂടി ഡിപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ ഈ 2 ബ്രെഡും കൂടി ഒട്ടി നിൽക്കും. നിങ്ങൾക്കിത് കാണാവുന്നതാണ്. ഇനി ഇത് നന്നായി ചൂടായ എണ്ണയിലേക്ക് നമുക്കിട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ 2 സൈഡും ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഞാനിവിടെ എല്ലാ ബ്രെഡും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കി എടുക്കണം. അതിനായി 2 പുഴുങ്ങിയ മുട്ടയും ഒരു 3 വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും 1 സ്പൂണ് നാരങ്ങാ നീരും ഈ സോസിലേക്ക് എരിവിന് വേണ്ട കുരുമുളകും കൂടി ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചിട്ട് വരാം. ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗാർലിക് പേസ്റ്റ് റെഡിയാവും. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ അരച്ചിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ ഗാർലിക് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിനെ 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇങ്ങനെ സെൻറ്ററിൽ കട്ട് ചെയ്താലും കുഴപ്പമില്ല, അല്ല സൈഡ് വേസ് ആയാലും കുഴപ്പമില്ല. സൈഡ് വേസ് ആയിട്ടും കട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാതും കട്ട് ചെയ്ത് മാറ്റാം. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ നിങ്ങൾ കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഫില്ലിംഗ് ആണ്. അതിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായി ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തിരിക്കുന്ന ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റും പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 2-3 പച്ചമുളക് കട്ട് ചെയ്തതുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വെജിറ്റബിളായിട്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഗാർലിക് സോസും കൂടി, നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഗാർലിക് സോസും കൂടി ഇട്ട് കൊടുക്കാം. അതും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ മിക്സ് നന്നായി ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചാലും മതിയാവും. എന്നിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഓരോ ബ്രെഡിൻ്റെ ഈ ഗ്യാപ്പിലേക്ക് ഈ മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡിൻ്റെ പോക്കറ്റിലേക്ക് കൂടി ഈ മിക്സ് ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മോന് കൊടുത്ത് നോക്കാം, ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് അവൻ പറയട്ടെ. സൂപ്പർ, so good. This is literally one of my favorite, and you actually made it. Now this is one of my favorites, homemade, and it's really good. Try it now, and it is really good. You got to eat it. Thank you. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.